ശാസ്ത്രമേളയിലെ വ്യക്തിഗത പ്രൊജക്റ്റ് തത്സമയം കുട്ടികൾക്ക് 3 മണിക്കൂർ ഈ തങ്ങളുടെ ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് മത്സരങ്ങളാണ് നടത്തുന്നത്. അതിൽ NCERT നൽകുന്ന ആ തീമുകൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഓരോ ടീമിലും മേൽ പറഞ്ഞ കുട്ടികൾ സംസ്ഥാന തലം വരെ ഉള്ള ഈ ഒരു മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീമുകൾ നമുക്ക് എന്തെല്ലാം നോക്കാം. തീം എന്ന് പറയുന്നത് നമ്മുടെ NCERT പബ്ലിഷ് ചെയ്ത തീമാണ്. ഒന്ന് നമ്മുടെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടത്, പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ നടക്കുമോ എന്നുള്ളത് നോക്കാം. അതുപോലെ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എമർജിങ് ടെക്നോളജികളുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളാകാം. അതുപോലെ മാത്തമാറ്റിക്കൽ മോഡലിങ്ങുമായി ബന്ധപ്പെട്ടത്, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട്, അതുപോലെ നമ്മൾ വാട്ടർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ ഏരിയയിലുമായി ബന്ധപ്പെട്ട തീമിലുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ എടുക്കുന്നത് നോക്കാം. കേവലം 3 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊജക്റ്റ് അല്ല, കുട്ടികൾക്ക് ഇലക്ട്രോണിക്സിൽ 10 പ്രൊജക്റ്റുകൾ വരെ ആകാം. അപ്പോൾ കൃത്യമായിട്ട് കൂടുതൽ എണ്ണം പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ആ 3 മണിക്കൂറിൽ മുൻകൂട്ടി നമ്മുടെ സ്റ്റിൽ മോഡലും പോലെയോ അല്ലെങ്കിൽ വർക്കിംഗ് മോഡൽ പോലെയോ കുട്ടികൾ മുൻകൂട്ടി ചെയ്യേണ്ടതല്ല. മുൻകൂട്ടി ചെയ്ത് വീഡിയോ സബ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റം ഒന്നും അല്ല. കൃത്യമായിട്ട് അതിനുള്ള കമ്പോണൻസുകൾ നമ്മൾ കൊണ്ടുപോയി ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് സോൾഡറിങ് ചെയ്യാനും വയറിങ് ചെയ്യാനും എല്ലാം നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് റോബോട്ടിക്സ് ആകുമ്പോൾ IoT ആകുമ്പോൾ പ്രോഗ്രാം ചെയ്യാൻ മുൻകൂട്ടി എല്ലാം നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇത്തരം മത്സരങ്ങൾ നമുക്ക് വിജയിക്കാൻ കഴിയുക. ഏതൊരു പ്രൊജക്റ്റാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പ്രൊജക്റ്റുകൾ ഈ തീമുമായി ബന്ധപ്പെട്ടതാവാം. ഈ ഒരു പ്രോബ്ലത്തിന് എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് എന്താണ് പരിഹാരം, അതിന് എത്രത്തോളം കോസ്റ്റ് ഉണ്ട്, എത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ട്, ഇത്തരം നമ്മൾ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട മുമ്പത്തെ വീഡിയോയിലുള്ളതുപോലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയം ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരങ്ങൾ പറയാൻ നമുക്ക് ശ്രമിക്കാം.